എത്രയോ വട്ടം മന്ത്രിയായിരുന്ന ആളായിരുന്നു സർ. സാറിനെ പോലൊരാള് NGOയുടെ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത് തന്നെ സ്വാഗതാർഹം. ആ പ്രൊജക്റ്റ് സാറ് തന്നെ ഇടനിലന്ന് ചെയ്യണം. ഞങ്ങൾക്ക് 100% സമ്മതം. താങ്ക് യു സന്ദീപ്. അച്ഛൻ ഇതുവരെ പോയില്ലല്ലോ രാജു. അവനുമായിട്ട് ഇത്രയും സംസാരിക്കാൻ എന്താ? വർമ്മ സാർ എന്തിനാ വന്നത്? സാറ് ഈ ഓർഗനൈസേഷന്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് വയ്ക്കുള്ളൂ. ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും സാറിനുണ്ടാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ സർ. സാർ നിൽക്ക്. സാറിന് പോകാൻ ഞാനൊരു കാർ ഏർപ്പാടാക്കാം. അതൊന്നും വേണ്ട സന്ദീപേ, ഞാനൊരു ഓട്ടോ പോയിക്കോളാം. സാറ് എന്നെ വിളിച്ചായിരുന്നു സാർ? വിളിച്ചു. സ്വാമി, സാറിനെ കാറിൽ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണം. പിന്നെന്താണ് സാർ വന്നാട്ടെ? വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് കൂട്ടത്തില് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ശരി സർ. സാർ വരണം. ശരി. ശരി. വർമ്മ സാർ പോയല്ലേ? പോയി. വർമ്മ സാർ വന്നത് എന്തിനാണെന്ന് അറിയില്ലല്ലോ ഋതു. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അന്വേഷിച്ചിട്ട് പറയണം. സാറ് ചെന്ന് ഇവന്റെ ട്രാപ്പിലൊന്നും പെടരുത്. അതുകൊണ്ടാ. അത് ഞാൻ ഏതെങ്കിലും വിധത്തിൽ അന്വേഷിക്കാം രാജു. ഞാൻ ഈ കമ്പനിയിലാണെന്ന് അച്ഛൻ അറിയാത്ത വിധത്തില്. രാജു, ഇപ്പൊ അച്ഛൻ പോയില്ലേ, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ? ടെൻഷൻ അതുകൊണ്ട് മാത്രമല്ല ഋതു. പിന്നെ ആ സന്ദീപ് വലിയ തലവേദനയായി മാറുകയാണല്ലോ. അതെവിടെ ചെന്നാലും നമുക്ക് ഇതുപോലെ ചില ശല്യങ്ങൾ നേരിടേണ്ടി വരും. മുൻപത് ദീപക്കായിരുന്നു. രാജു, അതൊക്കെ വിട്. ഇവനെയൊക്കെ നമ്മളെന്തിനാ പേടിക്കുന്നത്? പേടിക്കുന്നൊന്നുമല്ല. ഈ കൊതുകടിക്കുമ്പോഴും അതിൻ്റെതായ ഒരു അസ്വസ്ഥതയില്ലേ? അല്ല രാജു, ഈ പാർട്ട്ണർ എന്നൊക്കെ പറയുന്ന അതിവരുടെ അച്ഛനുമായിട്ടുള്ളതാ. ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ നിർബന്ധിച്ചുണ്ടാക്കിയ ഒരു പാർട്ണർഷിപ്പാ. അത് ഇവൻ തട്ടിയെടുത്തതായിരിക്കും. അതെ, ഞാൻ കൈകാര്യം ചെയ്തോളാം. അതോർത്ത് ഋതു പേടിക്കണ്ട. എനിക്ക് പേടിയോ? രാജു ഇവിടെ ഉള്ളപ്പോ എനിക്ക് പേടിയൊന്നുമില്ല. രാജു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ധൈര്യ. പക്ഷെ രാജു ഇല്ലാതെ വരുമ്പോ ഞാൻ വല്ലാതെ തളർന്നു പോവും. ഇപ്പൊ എനിക്ക് ഒരു ശക്തിയും ഇല്ല. രാജു പോയ തക്കം നോക്കി അംബിക വെച്ച ട്രാപ്പിൽ ഞാൻ വീണുപോയി. നശിക്കാനുള്ള പ്രധാന കാരണം അതാ. ഒന്നും നശിച്ചിട്ടില്ല, ആരും തകർത്തിട്ടുമില്ല.